ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ലേസ് കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നതാണ്, നമുക്കൊന്ന് ചെയ്യാം. ബൈ. 2 പാക്കറ്റ് ലേസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പാക്കറ്റ് ലേസിൽ ഇത് ചെയ്യാം. 2 പാക്കറ്റ് ഇരുന്നത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. രണ്ടും പൊട്ടിച്ച് നല്ല ചെറിയ ചെറിയ പീസാക്കി ഒരു പാത്രത്തിലോട്ട് ഞാനത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ അകത്ത് ഇടാൻ കുറച്ച് സാധനങ്ങൾ വേണം. ഉള്ളി ഒരെണ്ണം ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ്. ഒരു ടൊമാറ്റോ അതേപോലെ കുഞ്ഞായിട്ട് അരിയുക. ഫ്രൈ ചെയ്ത ചിക്കനാണ്. ചിക്കൻ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ചിക്കൻ ഇല്ലെന്നും പറഞ്ഞ് ടേസ്റ്റിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ലേസിൻ്റെ പുറത്ത് നമ്മളെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും ഞാനതിൽ ഒഴിക്കുന്നുണ്ട്. ഹാഫ് ലെമൺ ഫുള്ളായിട്ട് തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഹാഫ് ലെമൺ ഒഴിച്ചതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അതിലൊഴിക്കാം. എനിക്കത് കുറച്ച് ടൊമാറ്റോ സോസ് മതിയായിരുന്നു. ഞാനത് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു. പക്ഷെ ഇവിടെ എല്ലാവർക്കും മയണൈസ് ഇഷ്ടമായതുകൊണ്ട് നമുക്കൊരു മയണൈസും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാനൊരു 4 പീസ് വെളുത്തുള്ളി എടുത്തു, ഒരു മുട്ട, കുറച്ച് മയണൈസ് മതി, പിന്നത്തേക്ക് വേസ്റ്റായി പോകണ്ടെന്ന് വെച്ചിട്ട് ഒരു മുട്ട എടുത്തിട്ടുള്ളൂ കുറച്ച് മയണൈസ് ഉണ്ടാക്കാൻ. മുട്ട ഇട്ടതിന് ശേഷം ശകലം ഉപ്പിട്ടു. ഉപ്പിനെക്കാട്ടി കുറച്ച് കൂടുതലായിട്ട് ഇച്ചിരി പഞ്ചസാര ഇടുക. വിനാഗിരി ഞാൻ ഒരടപ്പ് ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം കുറച്ച് എണ്ണ. നമുക്ക് എണ്ണ ഒഴിക്കുന്നത് മുട്ട എണ്ണ ഡിഫറെൻറ്റ് ഇതാണല്ലോ, അപ്പം നമ്മൾ എണ്ണ ഒഴിക്കുന്ന അനുസരിച്ചാണ് മയണൈസിൽ കട്ടി കൂടുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് വീഡിയോ കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾ അതിൻ്റെ കട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ മയണൈസിന് നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലേസിൻ്റെ പാക്കിലിടുക. അതിനുശേഷം ഫുള്ള് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. എനിക്കിഷ്ടമായി, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബൈ ബൈ.